നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കടന്നുവരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നു മുതൽ നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഡെയിലി സ്റ്റോറി എന്നെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടി മറക്കരുത് കേട്ടോ. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പൊ സീസൺ 1 കഴിഞ്ഞപ്പം സീസൺ 2 ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് മറക്കാതെ കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അലീനയുടെ മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയായി പോയി ആന്റപ്പന്. കാരണം കേണൽ സാബ് ഇതിനു മുമ്പ് ഇത്ര ദേഷ്യപ്പെട്ടിട്ടില്ല. ഏതോ ഒരു അതിഥിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ഒരുക്കങ്ങളൊക്കെ നടക്കുന്നേ. മുറിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. പുതിയ TV, പുതിയ AC. ഇതെന്തിനാ ഈ പുതിയത്? എന്നാലും വരാൻ പോകുന്ന ആള് ചില്ലറക്കാരല്ല. കുറച്ച് ദിവസം ഇവിടെ താമസിക്കും തോന്നേ. അല്ലെങ്കിൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ട് ഇതൊന്നും പിടിപ്പിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. അത് മാത്രമല്ല, സദ്യ തന്നെ ഒരുക്കാനായിട്ട് 2 പേരെ പ്രത്യേകം കൊണ്ടുവന്നിരിക്കുന്നു. അല്ല, ഇത്ര രുചികരമായ ഫുഡ് കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കേണൽ സാബ് ഇടയ്ക്കിടയ്ക്ക് പൂമോത്ത് ഇന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് തിരികെ വരും. ഇതുവരെ ആയിട്ടും ആരോ പ്രതീക്ഷിച്ചിരുന്നിട്ട് അവര് വരാത്തതിനായ ബുദ്ധിമുട്ട് സ്റ്റാൻലിയുടെ മുഖത്ത് ആന്റപ്പൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആന്റപ്പന് മനസ്സിലായില്ല ഈ വിശിഷ്ട അതിഥി ആരാന്ന്. ഇതുവരെ ഇങ്ങനെ ഒരു അതിഥി വന്ന് കണ്ടിട്ടില്ല. കുറെ കാലങ്ങളായാലും ആന്റപ്പൻ കൂടെ കൂടിയിട്ട്. പക്ഷെ എങ്കില് ഇതുവരെ ആയിട്ടും ഒന്നും അറിയത്തില്ല. കുറച്ചു കഴിഞ്ഞ് പുറത്തു പോയിട്ട് സ്റ്റാൻലി എന്ത് ചെയ്യും? നായ്ക്കളോട് എന്തൊക്കെയോ സംസാരിക്കും. നായ്ക്കളെ തിരിച്ചു വാലാട്ടുകയോ എന്തൊക്കെയോ പറയുകയും ചെയ്യും. അല്ല, ഈ കേണൽ സാബിന് നായ്ക്കളുടെ ഭാഷ മാത്രം അറിയത്തുള്ളൂ എന്തോ. അതൊക്കെ അങ്ങനെ ഓർത്ത് ആന്റപ്പൻ എന്ത് ചെയ്യും? പിറുപിറുക്കുകയും ചെയ്യും. കാരണം ആന്റപ്പൻ അറിയത്തില്ലല്ലോ വരാൻ പോകുന്ന ആരാന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരനുഭവത്തിലായിരുന്നു ഡ്രൈവർ ബൈജു. അയാൾക്കും അറിയത്തില്ല ഇതാരാ വരാൻ പോകുന്നതെന്ന്. കാരണം വിശിഷ്ട അതിഥി വരുന്നുണ്ട്. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി പുതിയൊരു കാർ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പുതിയ പുത്തൻ വണ്ടിയില് ആരായിരിക്കും പോലും സഞ്ചരിക്കാൻ പോകുന്നേ? എന്താണെങ്കിലും ലക്ഷങ്ങളും മുടക്കി പുതിയ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇടിയിക്കണമെങ്കിൽ അത്രയ്ക്ക് ഒരു വലിയൊരു അത് തന്നെയായിരിക്കും. നിസ്സാരക്കാരനൊന്നും ആയിരിക്കില്ല. അതായിരുന്നു ബൈജുവിന്റെ അമ്പരപ്പും. അതുപോലെ തന്നെ വീടൊക്കെ നന്നായിട്ട് മൂടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ മാത്രമാണ് ഇത്ര നന്നായിട്ട് വീടൊക്കെ അലങ്കരിക്കുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ബൈജുവിന് ആ പടം ബോറടിക്കാൻ തോന്നി. ആരോ വരാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കും. ആരാ എന്താന്നും അറിയത്തില്ല. കേരള സബോട്ട് പറഞ്ഞിട്ടില്ല. ബൈജു പതുക്കെ ആ കാർ ഷെഡിന് അങ്ങോട്ടേക്കും മാറിയിട്ട് ഒരു സിഗരറ്റ് കത്തിച്ചൊന്ന് വലിച്ചേക്കാം എന്നൊക്കെ കരുതി സന്തോഷത്തോടുകൂടി സിഗരറ്റ് കത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഗേറ്റ് കടന്നൊരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ബൈജു ഓർത്തു ഇതേതാ പോലും. പെട്ടെന്ന് കാർ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ ബൈജുവിന് മനസ്സിലായി, ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന കാറാണല്ലോ. അപ്പൊ ഇതല്ല അതിഥിന്ന് മനസ്സിലായി. അങ്ങനെ ഒടുവില് കാറ് മുറ്റത്തേക്ക് വന്നു. മുറ്റത്തേക്ക് വന്ന കാർ ഇതിനു മുമ്പ് ബാലേന്ദ്രൻ വന്ന് കണ്ട് പരിചയമുണ്ട്. അതുകൊണ്ട് അതിഥി അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ കാറിന്റെ ഡോർ തുറന്ന് ബാലേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണല്ലോ, അതുകൊണ്ട് ഇയാളല്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്കുമാണ് ഇപ്പറേ സൈഡ് തുറക്കപ്പെട്ട് അവിടുന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ പെൺകുട്ടിയെ കണ്ണും വെക്കാതെ ബൈജു ഒന്ന് നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം സ്റ്റാൻലി സാറിന്റെ അമ്മയുടെ അതേ ഒരു രൂപം. കാരണം 5-8 വർഷമായി ബൈജുവിടെ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറിയിട്ട്. ഇനിയിപ്പൊ അവരുടെ ആരെങ്കിലും ആയിരിക്കോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായി. പക്ഷെ ഒന്നും അങ്ങോട്ട് ബൈജുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇതാണ് സ്റ്റാൻലി ജോസഫിന്റെ വീടെന്ന് പറഞ്ഞുകൂടാ, ഒരു ബംഗ്ലാവ്, അതായത് നിന്റെ അച്ഛന്റെ വീടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അലീന അവിടെയൊക്കെ നോക്കി. അലീനയുടെ മുഖത്താണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടോ സങ്കടമാണോ സന്തോഷമാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു വികാരമായിരുന്നു. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇത്തവണ കുറച്ചുകൂടി ഒന്ന് മോടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുറച്ച് നായ്ക്കള് കൂട്ടിക്കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. 3-4 ജനങ്ങളും കൂടെ പാഞ്ഞു വരുവാണ്. ഒരു നിമിഷം ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി. ബാലേന്ദ്രൻ പിന്നോട്ടൊന്ന് മാറി. ബാലേന്ദ്രൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവറ്റകൾ വന്ന് എന്തേലും ചെയ്യുമോന്നൊരു ഭയം. ഇതേ സമയത്ത് ബൈജു ഞെട്ടിപ്പോയി. ദൈവമേ, ആ നായ്ക്കള് വന്ന് കടിച്ചു കീറി കൊന്നത് തന്നെ. ഒരു നിമിഷം ബൈജു കണ്ണടച്ചു. ആ സമയത്ത് അലീനയെ ചുറ്റും വളഞ്ഞ ആ നായ്ക്കള് വന്നിട്ട് എന്ത് ചെയ്തു? അലീനയോട് ചുറ്റും നിന്നിട്ട്
അലീനയുടെ കയ്യിലൊക്കെ നോക്കുകയും ഇങ്ങനെ തൊട്ടുരുമ്പോ ഒക്കെ ചെയ്യുവാണ്. ബൈജു കണ്ണു തുറന്ന് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും അവറ്റകള് ഒന്നും ചെയ്യാതെ അലീനയോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച ഒരു നിമിഷം ബൈജുവിന് വിശ്വസിക്കാൻ പറ്റിയില്ല. ബൈജു തന്നെ ആ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 5-8 വർഷമായി. പക്ഷെ ഇതുവരെയായിട്ട് ഈ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളോ ആ നായ്ക്കളെ സ്നേഹിക്കുന്നോ കണ്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടൊരു കാണുന്ന ഒരാളോട് എങ്ങനെയാണ് ഈ നായ്ക്കൾക്ക് ഇത്ര സ്നേഹം കാണിക്കാൻ പറ്റുന്നേ? അത് ബൈജുവിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ സാധിക്കുന്നു? പക്ഷെ ബാലേന്ദ്രമേനോനും അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ബാലേന്ദ്രമേനോൻ ഒരു കാര്യം അറിയായിരുന്നു, നായ്ക്കൾക്ക് അലീനയെ ഭയങ്കര കാര്യമാണ്. എത്ര കടിക്കാൻ വരുന്ന നായ്ക്കളാണെങ്കിലും ശരി, അലീനയെ കണ്ടു കഴിയുമ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ അടുത്തേക്ക് പമ്മി വരും. എന്നിട്ട് അലീനയോടൊപ്പം ചേർന്ന് നിൽക്കും. പിന്നെ അലീനയ്ക്കൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അലീന ജനിച്ച നാൾ മുതൽ നായ്ക്കളോട് അവളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഒരു പേടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 നായ്ക്കൾ അകത്തേക്ക് അങ്ങോട്ട് കുതിച്ചോടിപ്പോയി. 1-2 അലീനയുടെ അടുത്ത് തന്നെ നിന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്ക് പേടിയൊന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അകത്തുനിന്ന് ആന്റപ്പൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. അതെ കേണൽ സാബ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ബാലേന്ദ്രൻ നല്ല ദേഷ്യമായി. സ്റ്റാലിലേക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാലെന്താ, മോൾ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുവാ. അപ്പോഴേക്കും സെർവന്റിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. എന്നാലും ബാലേന്ദ്രൻ പിന്നെ അത് കാണിച്ചില്ല. സ്വന്തം മോള് വന്നിരിക്കുക എന്നുള്ള അകത്തേക്ക് സ്വീകരിക്കൊണ്ട് പോണ്ടല്ലേ. അങ്ങനെ ഒടുവില് അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു, ബാ നമുക്ക് അകത്തേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ബാലേന്ദ്രൻ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം കണ്ട വീടൊന്നുമല്ല, ഈ തവണ നന്നായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. 1-2 നായ്ക്കള് ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവ എന്തോ പിറുപിറുക്കുന്ന പോലെ ബാലേന്ദ്രന് തോന്നി. കാരണം പുതിയൊരു അതിഥി വീട്ടിലേക്ക് വന്നിരിക്കുവല്ലേ. പിന്നീട് എന്ത് ചെയ്തു, അലീനയെ ഒന്ന് നോക്കി. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് അതുങ്ങൾ വരുവാണ്. അലീനയുടെ അടുത്ത് വന്ന് ഇങ്ങനെ സ്ഥാനം ഉറപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രന്റെ അത്ഭുതത്തോട് കൂടിയിട്ട് അലീനയെ ഒന്ന് നോക്കി. ഇതേ സമയത്ത് സ്റ്റാലി അവിടേക്ക് വരുവാണ്. സ്റ്റാലി ആദ്യമായിട്ട് കാണുവാണ് അലീന. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് ഉണ്ടായിരുന്നു. തന്റെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ആളാണ്. എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. കണ്ടു കഴിഞ്ഞപ്പത്തിനും ആ റെഡിയിലത് ഉയരമൊക്കെ കാണും, വലിയ കവളോളും കട്ടിമീശ ഉണ്ടക്കണം എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതാണോ തന്റെ അച്ഛൻ എന്നൊരു നോട്ടം. അലീന തലചിരിച്ച് ബാലേന്ദ്രനെ ഒന്ന് നോക്കുവാണ്. സ്റ്റാലി ജോസഫ് ഒരു പട്ടാളച്ചിട്ട് എന്ന വണ്ണം അലീനയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അലീനയെ നോക്കി. അതിനുശേഷം ബാലേന്ദ്രന്റെ അടുത്തേക്ക് എന്നിട്ട്, ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞോണ്ട് ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടി കൈനീട്ടി. അങ്ങനെ ബാലേന്ദ്രൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അലീനയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാണ്ട് ഹലോ അലീന എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും അലീന അനങ്ങിയില്ല, കൈ നീട്ടിയില്ല. ശരിക്കും സ്റ്റാൻലി ഒന്ന് അസ്വസ്ഥനായി. കാരണം അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തന്റെ അച്ഛൻ എന്ന് പറയുന്ന ആളാണ്, ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ ഷെയ്ക്ക് ഹാൻഡ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അലീനയുടെ മനസ്സിലുണ്ട്. ഈ സമയത്ത് സ്റ്റാലി പറഞ്ഞു, അതെ ബാലേന്ദ്ര, ഞാൻ മനഃപൂർവ്വം പുറത്തേക്ക് വരായിരുന്നേ. കാര്യം എന്താണെന്നറിയാലോ, പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് സെർവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എങ്ങനെയാ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ, ഒന്നും വിചാരിച്ചേക്കല്ലെന്ന് മനസ്സിലായി. ഈ സമയത്ത് ബാലേന്ദ്രൻ അലീനയെ നോക്കി. അലീനയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ സ്റ്റാലിയോട് പറഞ്ഞു, അതെ ഞാൻ ഇവിടേക്ക് വരുന്ന വഴിക്ക് അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മകളാണ് അലീന എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം ഒരു അഭിനയത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്റ്റാലിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സ്റ്റാലി പറഞ്ഞു, ശരി അതെന്താണെങ്കിലും നന്നായി. നിങ്ങൾ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണെങ്കിലും അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഇതിലായിട്ടാ, കാരണം നല്ല സുന്ദരിയായിട്ട് അവളെ അണിയിച്ചൊരുക്കി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്റ്റാലിയോട് ബാലേന്ദ്രൻ പറഞ്ഞു, ഇവളെന്റെ മകളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മകളെയാണ് ഞാൻ നിങ്ങക്ക് തരാനായിട്ട് പോകുന്നത്. അതൊക്കെ എനിക്കറിയാം, അതൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യല്ലേ. എങ്കിൽ ശരി ബാലേന്ദ്രൻ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇല്ലില്ല ഞാനിരിക്കുന്നൊന്നുമില്ല, ഞാൻ പോയേക്കുവാ. അതെന്ത് വർത്താനാ ബാലേന്ദ്ര പറയുന്നേ? പോവാനായിട്ടോ? നിങ്ങളൊന്നും പോവരുത്, ഇന്നൊരു ദിവസമെങ്കിലും എന്റെ അതിഥിയായിട്ട് നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ സ്റ്റാൻലി പറഞ്ഞു. പക്ഷെ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ എന്റെ കുട്ടികൾ അവിടെ തനിച്ച, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ അത് എനിക്കൊരു അപമാനമല്ലേന്ന് ചോദിച്ചു. കഴിച്ചിട്ട് പോവാനോ? ഇപ്പൊ തന്നെ മണി 3:30, ഞങ്ങൾ 2 മണി കഴിഞ്ഞപ്പം ഹോട്ടലിൽ നിന്ന് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചാ, അതുകൊണ്ട് വേണ്ട. പിന്നെ എനിക്ക് ആഡംബര വിഭവങ്ങളോടൊന്നും അത്ര താല്പര്യമില്ല. ഇനിയിപ്പോ വിരോധം ഇല്ലെങ്കിൽ ഒരു ചായ മാത്രം മതി എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ആന്റപ്പനെ വിളിച്ചു. ആന്റപ്പനെ വിളിച്ചിട്ട് ചായയുടെ കാര്യങ്ങളൊക്കെ പറയണം. ആ സമയത്ത് അലീനയുടെ മുഖമൊക്കെ അങ്ങോട്ട് വാടി.
അലീനയുടെ മുഖം കണ്ടിപ്പോ ബാലേന്ദ്രനും ആകെ പാടെ ടെൻഷൻ. ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല. എന്താ? അല്ല അത് പിന്നെ ഞാൻ ഈ വീട്ടിലല്ലേ ഇനി താമസിക്കണ്ടേ? അതെ, നല്ല വീടല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? അതല്ലച്ചാ, പിന്നെന്താ? അല്ല ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടല്ലേ. പിന്നെ എന്തിനാ ഞാനിവിടെ? ഇതായിപ്പോ നന്നായത്, നിന്റെ വീടല്ലേ. അല്ല ഇവിടെ വേറെ ആരും ഇല്ലേ? വേറെ മക്കളോ ഭാര്യ അങ്ങനൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അതെ, ഇത് എസ്റ്റേറ്റ് ബംഗ്ലാവ് അല്ലേ, അതുകൊണ്ട് ചിലപ്പോ ഇവിടെ ഉണ്ടാവുന്ന അറിയത്തില്ല, വേറെ വീട്ടിലാണെന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അല്ല നീ എന്താ സ്റ്റാലിൽ കൈ നീട്ടിട്ട് ഷെയ്ക്കാണ്ടൊന്നും കൊടുക്കാത്തേന്ന് ചോദിച്ചു. അതാണോ കാര്യം? അച്ഛാ, സ്വന്തം മകളെ ആദ്യമായിട്ട് കാണുമ്പോ ഒരച്ഛൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പതുക്കെ പറഞ്ഞു, അതിന് നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ വെച്ച്? അപ്പോഴേക്കും സ്റ്റാലി ഇങ്ങനെ വന്നു. ആ സമയത്ത് ബാലേന്ദ്രനെ ഒന്നുകൂടെ ഒന്ന് നോക്കുവാണ്. പിന്നീട് സ്റ്റാലി അവരെ അകത്തേക്ക് അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അകത്തെ ഡൈനിങ് ടേബിളിന്റെ അവിടത്തേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പഴക്കൂടെ നിറയെ ആപ്പിള്, ഓറഞ്ച്, അങ്ങനെ പലതരം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ, വെറൈറ്റി രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എടുത്തു കൊടുക്കാൻ തയ്യാറായിട്ട് ആന്റപ്പനും അവിടെ ഉണ്ടായിരുന്നു. ബാലേന്ദ്രന്റെ കഴിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവില് സ്റ്റാലിൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനും കഴിച്ചു. അലീനയ്ക്കാണെങ്കിൽ ഒന്ന് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇത്തിരി ചായയൊക്കെ ഒന്ന് കുടിച്ചെന്ന് മാത്രം വരുത്തി. അങ്ങനെ ഒടുവില് അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ ഭാര്യയും കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. അവരെവിടെയാന്ന് ചോദിച്ചു. അത് അവരഞ്ചലില്ല, ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അല്ല അവർക്കറിയാവോ അലീനയുടെ കാര്യങ്ങളൊക്കെ? അവർക്കൊന്നും അറിയത്തില്ല. അതെ, അറിയിക്കണ്ടേന്ന് ചോദിച്ചു. വേണം, ഇനിയിപ്പോ അവരെങ്ങാനും അറിയണ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട സ്റ്റാലി നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എന്റെ മകളെ എന്റെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അതിന് സ്റ്റാലി പ്രത്യേകിച്ച് അങ്ങനെ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം സ്റ്റാലിക്ക് അലീനയെ വിട്ടുകൊടുക്കാൻ അത്ര ഉദ്ദേശം കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല താനും. അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് അങ്ങനെ ബാലേന്ദ്രൻ പോവാനായിട്ട് ഇറങ്ങുമ്പോഴത്തേനും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഈ സമയം സ്റ്റാലി ബാലേന്ദ്രന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ ചെയ്ത ചെറിയ കാര്യമൊന്നുമല്ല, വലിയൊരു ത്യാഗം തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സഹായിക്കാനായിട്ട് എല്ലാവർക്കും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നന്മ ചെയ്യാനുള്ള കഴിവും മിക്കവർക്കും ഉണ്ട്, പക്ഷെ സാക്രിഫൈസ് ചെയ്യാൻ, ത്യാഗം ചെയ്യാനായിട്ട് അത് ത്യാഗികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങൾ എന്റെ മകളെ സ്നേഹിച്ചപ്പോൾ നിങ്ങളൊരു വലിയ ത്യാഗം തന്നെയാണ് ചെയ്തത്. പിന്നെ എന്നെ ഏൽപ്പിച്ചു തരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതൊരു വലിയ ത്യാഗമാണ്. എനിക്ക് അതിന്റെ ആഴം അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് തത്വങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാലി പറയുന്നുണ്ട്. ഈ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഒടുവില് ബാലേന്ദ്രൻ പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അലീന കാറിന്റെ അടുത്തേക്ക് ചെന്നു. തിരിഞ്ഞു നിന്നിട്ട് അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുവാണ്. ബാലേന്ദ്രൻ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അതെ, കരയൊന്നും ചെയ്യരുത്, അറിയാലോ. അച്ഛൻ ഇവിടെ നിന്നെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവാന്ന് വിചാരിക്കരുത്. നിനക്കിപ്പം നിന്റെ സ്വന്തം അച്ഛനുണ്ടല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. മറ്റൊരു വീട്ടില് ദത്ത് നിൽക്കുവാന്നൊരു ചിന്തയും കാര്യങ്ങളും ഒന്നും വേണ്ട. നിന്റെ സ്വന്തം വീടാ, ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ അലീന പറഞ്ഞു, എന്നാലും അച്ഛാ, അതെ അച്ഛൻ പോയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, നീ വിഷമിക്കൊന്നും വേണ്ട. നിന്റെ സ്വന്തം അച്ഛനല്ലേ നിന്റെ അടുത്ത് ഉള്ളേന്ന് ചോദിച്ചു. അച്ഛാ അങ്ങനെ പറയരുത്. ഒരച്ഛന്റെ സ്നേഹം എനിക്ക് ആദ്യമായിട്ട് തന്ന ആരാന്ന് അച്ഛനറിയാലോ. എന്നെ ആദ്യം മോളേന്ന് വിളിച്ചതും ഈ അച്ഛനല്ലേ. അപ്പൊ പിന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച ആളെ എനിക്ക് മറക്കാൻ പറ്റുമോ? അച്ഛൻ ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വേദനിപ്പിക്കല്ലേന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അലീന ഒറ്റ കരച്ചിലായിരുന്നു. ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ബാലേന്ദ്രന് തോന്നി തന്റെ നിയന്ത്രണം വിട്ടുപോവാന്ന്. പെട്ടെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെ കരയല്ലേ, കണ്ണൊക്കെ തുടയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 3 പേരെ ആശ്വസിപ്പിക്കണം. രോഹിത്തിനെയും കൃഷ്ണയും ബബിതയൊക്കെ അറിയാലോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ വിളിക്കണം കേട്ടോ അച്ഛാ, ഞാൻ വിളിച്ചോളാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അലീന നിർത്തി. എന്താ? അത് പിന്നെ മാഡം തിരിച്ചു വരുമ്പോ അവരോട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു, വേണ്ട, അവരുടെ കാര്യം ഒന്നും പറയണ്ട, അത് കേൾക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, അറിയാലോ. ശരിയെന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞൊന്നുമില്ല. ഈ സമയത്ത് സ്റ്റാലിയാണെങ്കിൽ അവിടെ മാറി നിന്നുള്ളൂ. അവരുടെ വികാര പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് അടുത്തേക്ക് പോലും വന്നില്ല. അങ്ങനെ ഒടുവില് യാത്ര പറഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങുമ്പോഴത്തേനും അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കാറ് കണ്ണ് മായുന്നോടം വരെ അലീന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ കാഴ്ച. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ ഇത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും, ഇത്രയും വരെ ആയില്ല കഥകളൊക്കെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ എടുത്തു പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങള് നാളെ ഉച്ചയ്ക്ക് വന്ന് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.